റെസിസ്റ്റേഴ്സിന് നമ്മൾ നേരത്തെ അന്ന് ക്ലാസ്സിൽ പറഞ്ഞതുപോലെ റെസിസ്റ്റേഴ്സിൻ്റെ എല്ലാ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സ് എല്ലാ വാല്യൂസും നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മുടെ സർക്യൂട്ടിന് ആവശ്യമുള്ള റെസിസ്റ്റർ വാല്യൂ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള റെസിസ്റ്റേഴ്സ് നമ്മൾ കമ്പൈൻ ചെയ്താണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ റെസിസ്റ്റേഴ്സ് കമ്പൈൻ ചെയ്ത് ഉപയോഗിക്കുമ്പം വി ഹാവ് രണ്ട് രീതിയിലാണ് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് സീരീസ് കോമ്പിനേഷൻ, പിന്നൊന്ന് പാരലൽ കോമ്പിനേഷൻ. സീരീസ് കോമ്പിനേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നാൽ പോലും ഒരു വട്ടവും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. സീരീസ് കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ റെസിസ്റ്റർ, ഇപ്പോൾ ഇതൊരു R1 എന്ന് പറയുന്ന ഒരു റെസിസ്റ്ററാണ്. നെക്സ്റ്റ് വി ഹാവ് അനദർ റെസിസ്റ്റർ R2, ഓക്കെ, അനദർ റെസിസ്റ്റർ R3. ഈ 3 റെസിസ്റ്റർ നമ്മൾ കമ്പൈൻ ചെയ്യാമെന്ന് വിചാരിക്കുക. അങ്ങനെ കമ്പൈൻ ചെയ്യുമ്പോൾ സീരീസ് ആണെങ്കിൽ ഈ റെസിസ്റ്ററിൻ്റെ എൻഡ് അടുത്ത റെസിസ്റ്ററിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് നമ്മൾ കണക്ട് ചെയ്യും. അടുത്ത റെസിസ്റ്ററിൻ്റെ എൻഡ് നെക്സ്റ്റ് R3യുടെ സ്റ്റാർട്ടിംഗ് പോയിൻ്റായിട്ട് കണക്ട് ചെയ്യുന്നു. ഈ 2 റെസിസ്റ്റർ തമ്മിൽ ഒരു പോയിൻറ്റിൽ മാത്രമായിരിക്കും കണക്ഷൻ ഉണ്ടാകുന്നത്. ഇനി നമ്മളിതൊരു ബാറ്ററി പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കൊടുക്കാൻ വേണ്ടി, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കാൻ വേണ്ടി വി കണക്ട് ഇറ്റ് ടു എ സെൽ ഓർ ബാറ്ററി. സെൽ എന്ന് പറയുന്നത് എന്താണ്? ബാറ്ററി എന്ന് പറയുന്നത് അതിനുള്ളിൽ ചില കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ട്. ആ കെമിക്കൽ റിയാക്ഷൻ കാരണം ദിസ് ഇസ് നെഗറ്റീവ് ടെർമിനൽ ആൻഡ് ദിസ് ഇസ് പോസിറ്റീവ് ടെർമിനൽ. നെഗറ്റീവ് ടെർമിനലിൽ ഇലക്ട്രോൺസ് കൂടുതലായിട്ടുണ്ട്, പോസിറ്റീവ് ടെർമിനലിൽ ഇലക്ട്രോൺസിൻ്റെ പ്രസൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ഇലക്ട്രോൺസ് കൂടുതലുണ്ട്, ഇവിടെ ഇലക്ട്രോൺസ് കുറവാണ്. ദാറ്റ് ഈസ് ദർ ഇസ് എ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഈ 2 പോയിൻ്റ്, അതായത് ഈ നെഗറ്റീവ് ടെർമിനലിലും പോസിറ്റീവ് ടെർമിനലിലും നമ്മൾ കൊണ്ടുവന്ന് കൈ ഇങ്ങനെ വെച്ചെന്ന് വെച്ചോ, എന്നാൽ പോലും നമുക്ക് ആ ഒരു ഇപ്പോൾ ഈ കണക്ട് ചെയ്തേക്കുന്ന സെല്ലിന് എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടോ, എത്ര പൊട്ടൻഷ്യൽ വോൾട്ടേജ് ഉണ്ടോ, ആ വോൾട്ട് നമ്മുടെ ശരീരത്തും കയറും. അതായത് ഈ പോയിൻറ്റിൽ നമ്മൾ കൈ വെക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കൈ എന്ന് പറയുന്നത് പോസിറ്റീവ് ടെർമിനൽ, ആ പോസിറ്റീവ് പൊട്ടൻഷ്യൽ എത്ര ഉണ്ടോ അതാകും. ഇപ്പോൾ ഈ പോസിറ്റീവ് ടെർമിനൽ ഇതാ നോക്കിക്കേ, നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെ ഈ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ ഈ റെസിസ്റ്ററിൻ്റെ ഈ എൻഡിലേക്ക് കണക്ട് ചെയ്തേക്കാണ്. സോ ഇവിടെയും ഈ പോസിറ്റീവ് പൊട്ടൻഷ്യൽ എത്ര ആണോ അത്രയായിരിക്കും ഈ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്നത്, പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഈ നെഗറ്റീവ് ടെർമിനൽ വി ഹാവ് കണക്റ്റഡ് ഇറ്റ് ടു ദിസ് റെസിസ്റ്റർ R3. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തേക്കുന്ന V എന്ന് പറയുന്ന വോൾട്ടാണ്. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്ന് പറയുന്ന V ആണെങ്കിൽ അതേ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് തന്നെ ആയിരിക്കും ഈ R1, R2, R3യുടെ, അതായത് ഈ 2 പോയിൻറ്റിലുള്ള. ഇവിടെ നമ്മളൊരു വോൾട്ട് മീറ്റർ വെച്ച് വോൾട്ടേജ് മെഷർ ചെയ്താൽ ഇറ്റ് വിൽ ബി V. ഇവിടെ ഒരു വോൾട്ട് മീറ്റർ വെച്ച് കഴിഞ്ഞാൽ അവിടെയും എന്തായിരിക്കും? വോൾട്ടേജ് ഡ്രോപ്പ് V ആയിരിക്കും. ഓക്കെ, കാരണം എന്താണ്? ഓക്കെ, അപ്പോൾ ഈ R1, R2, R3 എന്ന് പറയുന്ന കോമ്പിനേഷൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് V ആയിരിക്കും. നമ്മളിവിടെ എത്രയാണോ വോൾട്ടേജ് കൊടുക്കുന്ന അതേ വോൾട്ടേജ് തന്നെ ആയിരിക്കും ഈ R1, R2, R3 കമ്പൈൻ ചെയ്യുമ്പോഴുള്ള വോൾട്ടേജ്. അതായത് ഇത്രയും ഭാഗത്തുള്ള വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് V ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കിയ ഓരോ സ്ഥലത്തും ഈ R1ൻ്റെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എന്താണ്? അത് ഈ 2 പോയിൻറ്റിൻ്റെ ഇടയ്ക്കുള്ള വോൾട്ടേജ് ഡ്രോപ്പാണ്. ഇവിടെ പൊട്ടൻഷ്യൽ ഇസ് ഡിഫറെൻറ്റ്. അപ്പോൾ ഇവിടെ ഓരോ R1, R2, R3 ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. V1 ഇത് ലെറ്റ് ഇറ്റ് ബി V2 ആൻഡ് ലെറ്റ് ദിസ് ബി V3. ഇനി കറണ്ടിൻ്റെ കേസ് ആകുമ്പോഴോ കറണ്ട് നമ്മളിവിടെ വോൾട്ടേജ് ഡ്രോപ്പ് ബാറ്ററി കണക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇലക്ട്രോൺ സ്റ്റാർട്ട് ടു ഫ്ലോ. ഒരു സർക്യൂട്ട് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഇവിടെ വോൾട്ടേജ് നമ്മൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വി ആർ ഡൂയിങ് എ വർക്ക്. എന്തിനാണ് വർക്ക് ചെയ്യുന്ന? ഇലക്ട്രോൺസിനെ മൂവ് ചെയ്യാൻ. ഇലക്ട്രോൺസ് മൂവ് ചെയ്ത് കഴിയുമ്പം ദർ ഇസ് എ കറണ്ട് ഫ്ലോ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറണ്ട് വന്ന് ദർ ഇസ് എ കറണ്ട് ഫ്ലോ, ലെറ്റ് ഇറ്റ് ബി I എന്ന് പറയുന്ന കറണ്ട് I ആംപിയേഴ്സ് ഇതിലേ പോകുന്നു എന്ന് നോക്കുക. ഇനി ഈ കറണ്ട് ഇതിലേ കൂടെ അല്ലാണ്ട് വേറെ പോകാൻ വഴിയൊന്നും ഇല്ലല്ലോ. ഇവിടെ R1, R2, R3 എന്ന് പറയുന്ന റെസിസ്റ്റേഴ്സ് മാത്രമേ കണക്ട് ചെയ്തിട്ടുള്ളൂ. ഈ കറണ്ടിന് പോകാൻ വേറെ പാത്തില്ല. അപ്പോൾ ഈ കറണ്ട് ട്രാവൽസ് ത്രൂ R1, R2, R3 തിരിച്ച് ഈ കറണ്ട് ഇവിടെ വരും. അപ്പോൾ ഇവിടെ എന്താണ്? ഇത് I തന്നെയാണ്, അതിന് ഡിഫറൻസ് ഒന്നുമില്ല. അപ്പം നമ്മളിവിടെ V കണക്ട് ചെയ്യുമ്പോൾ എത്ര ഇലക്ട്രോൺസ് ആണോ ഇവിടുന്ന് ഫ്ലോ ചെയ്യുന്ന അത്രയും ഇലക്ട്രോൺസ് തന്നെ തിരിച്ച് ഇവിടെ വരണം. അതായത് ഇവിടുന്ന് എത്ര കറണ്ട് പോകുന്നോ അത്രയും കറണ്ട് തന്നെ ഇവിടെ തിരിച്ച് വരണം. അപ്പം നമുക്ക് നോക്കാം, ഈ R1, R2, R3 എന്ന് പറയുന്ന
റെസിസ്റ്റേഴ്സിലൂടെ പോകുന്ന കറണ്ട് ഈസ് ദ സെയിം. അതായത് നമ്മൾ സീരീസ് ആയിട്ടാണ് റെസിസ്റ്റേഴ്സിനെ കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ ആ റെസിസ്റ്റേഴ്സിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഈസ് സെയിം. അപ്പോൾ റെസിസ്റ്റേഴ്സിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് സെയിം ആണോ നോക്കുകയാണ് സീരീസ് ആണ് കമ്പൈൻ ചെയ്തേക്കുന്നതെന്ന് അറിയാനുള്ള ഒരു വഴി. ഓക്കെ, ഫൈൻ. സോ ദിസ് ഈസ് അബൌട്ട് സീരീസ് കോമ്പിനേഷൻ. വി ഹവ് ഓൾറെഡി ഡിറൈവ്ഡ്. ഡെറിവേഷനൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ വി നോ ദാറ്റ് ഈ ഓരോ റെസിസ്റ്ററിലും ഉള്ള വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് V1, V2, V3. ഈ V1, V2, V3 കമ്പൈൻ ചെയ്യുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? V ഉണ്ടാകുന്നത്. ദാറ്റ് ഈസ് V ഈസ് ഈക്വൽ ടു, വി ക്യാൻ റൈറ്റ് V ഈസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3. Now according to Ohm's law we know that V is equal to IR, Ohm's law. So we can apply it. ഇവിടെ V, ഈ V is ഇവിടുത്തെ V എന്ന് പറയുന്നത് എന്താണ്? I ഇൻറ്റു R. R എന്ന് പറയുന്നത് എന്താണ്? ഇതിൻ്റെ കമ്പൈൻഡ് എഫക്റ്റാണ്. R1, R2, R3 കമ്പൈൻ ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് ഇവിടെ R. സോ V is equal to I ഇൻറ്റു നമുക്ക് R എന്ന് പറയുന്ന RS എന്നെടുക്കാം. S എന്ന് പറയുന്നത് ദിസ് ഈസ് എ സീരീസ് കോമ്പിനേഷൻ. R1, R2, R3 സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്യുമ്പം ഇതിന് പകരം നമുക്ക് എന്ത് റെസിസ്റ്റർ വാല്യൂ കൊടുക്കാവോ അതാണ് RS. ദാറ്റ് ഈസ് ഈക്വൽ ടു V1ൻ്റെ അവിടെ എന്താണ് വോൾട്ടേജ് ഡ്രോപ്പ്? ഈ കറണ്ട് ഈ R1 റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുമ്പം വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് I ഇൻറ്റു R1. സോ വി ക്യാൻ റൈറ്റ് I ഇൻറ്റു R1 പ്ലസ് I ഇൻറ്റു R2 പ്ലസ് I into R3. Now we can take this I as common. So R1 plus R2 plus R3. So we can cancel I and I. So we get RS is equal to R1 plus R2 plus R3. അപ്പോൾ സീരീസ് ആയിട്ട് കമ്പൈൻ ചെയ്ത് കഴിയുമ്പം റെസിസ്റ്റർ കമ്പൈൻ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ സം ഓഫ് ദ റെസിസ്റ്റൻസ് ആണ്. സീരീസ് ആയിട്ടാണ് റെസിസ്റ്റർ കണക്ട് ചെയ്യുന്നതെങ്കിൽ കോമ്പിനേഷൻ റെസിസ്റ്റർ കോമ്പിനേഷൻ കിട്ടുമ്പോൾ എന്താണ്? സം ഓഫ് ദ ഹോൾ റെസിസ്റ്റൻസ്. ഈ എല്ലാ റെസിസ്റ്റൻസിൻ്റെ സം ആയിരിക്കും കമ്പൈൻ ചെയ്ത് വരുന്ന റെസിസ്റ്റർ. അതായത് റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് കറണ്ട് റിഡ്യൂസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റർ ആണ്. റെസിസ്റ്റേഴ്സിനെ പാരലലി കമ്പൈൻ ചെയ്യാന്ന് വെച്ചാൽ R1, R2, R3 നമ്മൾ 3 റെസിസ്റ്റർ വീണ്ടും എടുത്തു. R1, R2 ആൻഡ് R3 പാരലലായിട്ട് കമ്പൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ 2 റെസിസ്റ്റേഴ്സ് തമ്മിൽ 2 പോയിൻറ്റിലും കണക്ഷൻ ഉണ്ടാവും. നമ്മളിവിടെ ഈ എൻഡും നെക്സ്റ്റ് എൻഡും തമ്മിൽ വി ആർ കണക്റ്റിംഗ്. അതുപോലെ തന്നെ ഈ റെസിസ്റ്റേഴ്സ് തമ്മിലും വി ആർ കണക്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഈ 3 റെസിസ്റ്ററും അത് അതിൻ്റെ 2 പോയിൻറ്റിലും കണക്ഷൻ ഉണ്ടാവും ഫോർ ദ പാരലൽ കോമ്പിനേഷൻ. ഇനി ഇത് നമ്മളെടുത്തിട്ട് വി ആർ കണക്റ്റിംഗ് ഇറ്റ് ടു എ സെൽ. We are connecting it to a cell. Let it be V volt. Okay, V volt ഉള്ളൊരു സെല്ലാണ്. ഇപ്പം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീണ്ടും നമ്മളിപ്പം ഈ 2 സൈഡിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത് V വോൾട്ടാണ്. അതായത് ഈ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് V വോൾട്ട്. ഇനി ഈ പോസിറ്റീവ് ടെർമിനൽ നമ്മൾ എവിടെ ആയിട്ട് കണക്ട് ചെയ്തേക്കുന്നു? നമ്മളിതാ ഈ പോയിൻ്റായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്. ലെറ്റ് ഇറ്റ് ബി X. ആൻഡ് ഈ നെഗറ്റീവ് ടെർമിനൽ നമ്മളിവിടെ ഈ പോയിൻ്റായിട്ട് കണക്ട് ചെയ്തേക്കുന്നു Y. അപ്പോൾ നമ്മളിവിടെ നോക്കിക്കേ, ഈ എക്സ് എന്ന് പറയുന്ന പോയിൻ്റ് തന്നെയല്ലേ ഇത്? ഓക്കെ, അതായത് ഈ റെസിസ്റ്ററിൻ്റെ R1ൻ്റെ ദിസ് പോയിൻ്റ് ഈസ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ, R1ൻ്റെ നെക്സ്റ്റ് പോയിൻ്റ് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V ആണെങ്കിൽ ഈ ഓരോ റെസിസ്റ്ററിലും ഉള്ള പൊട്ടൻഷ്യൽ ഡ്രോപ്പ് എന്തായിരിക്കും? V ആയിരിക്കും. ബിക്കോസ് കണ്ടില്ലേ, ഇത് ഈ ടെർമിനൽ ഈസ് കണക്റ്റഡ് ടു പോസിറ്റീവ് ആൻഡ് ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് ഈസ് കണക്റ്റഡ് ടു ദ നെഗറ്റീവ് ടെർമിനൽ. അപ്പോൾ ഇവിടെ എന്താണോ വോൾട്ടേജ് ഡ്രോപ്പ് അത് തന്നെയായിരിക്കും ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ്. ഓക്കെ, അതായത് നമ്മൾ ആണെങ്കിലും ഇവിടെ ഒരു കൈ പിടിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൈ പിടിച്ചാലും ഈ പോസിറ്റീവ് ടെർമിനൽ നെഗറ്റീവ് ടെർമിനൽ നമ്മൾ കൈ പിടിച്ചാലും നമുക്ക് അതേ വോൾട്ടേജ് ഡ്രോപ്പ് തന്നെയായിരിക്കും കിട്ടുന്നത്. നെക്സ്റ്റ് അഗെയിൻ R2 ഈസ് ഓൾസോ കണക്റ്റഡ് ടു X ആൻഡ് Y പോയിൻറ്റ്സ്. അപ്പോൾ R2ൻ്റെ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് V. R3യുടെ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് ഈസ് V. അപ്പോൾ നമ്മൾ പാരലലായിട്ടാണ് റെസിസ്റ്റർ കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ അവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് കമ്പൈൻ ചെയ്തേക്കുന്ന റെസിസ്റ്റേഴ്സിൻ്റെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് വിൽ ബി സെയിം.
ഓക്കെ, നേരത്തെ സീരീസ് കമ്പൈൻ ചെയ്തപ്പോൾ അവിടെ കറണ്ട് സെയിം ആയിരുന്നു. പാരലലായിട്ട് കമ്പൈൻ ചെയ്യുമ്പം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇസ് സെയിം, പൊട്ടൻഷ്യൽ ഡിഫറൻസ് എമംഗ് ദ റെസിസ്റ്റേഴ്സ് ഈസ് സെയിം. ഏതൊക്കെ റെസിസ്റ്റർ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടോ ആ പാരലലായിട്ട് കണക്ട് ചെയ്തേക്കുന്ന റെസിസ്റ്റേഴ്സിൻ്റെ എല്ലാം പൊട്ടൻഷ്യൽ ഡ്രോപ്പ് സെയിം ആണ്. ഓക്കെ, ഇനി നമ്മൾ കറണ്ട് നോക്കാം. ഇവിടുന്ന് കറണ്ട് ഈസ് ഫ്ലോയിങ്, ലെറ്റ് ഇറ്റ് ബി ഐ. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഐ എന്ന് പറയുന്ന കറണ്ട് ഇവിടെ വന്നു. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഐക്ക് പോവാൻ 3 പാത്തുണ്ട്. കണ്ടോ, R1 പാത്തുണ്ട്, R2 പാത്തുണ്ട്, R3 പാത്തുണ്ട്. സോ ഐ ഗെറ്റ് സ്പ്ലിറ്റ് ഇൻ ടു അത് 3 കറണ്ട്, 3 I1, I2, I3. ഓക്കെ, അതായത് R1 പോകുന്നത് I1 എന്ന് പറയുന്ന കറണ്ടായിരിക്കും, R2 പോകുന്ന I2 എന്ന് പറയുന്ന കറണ്ടായിരിക്കും, R3 പോകുന്ന I3 എന്ന് പറയുന്ന കറണ്ടായിരിക്കും. I ഇവിടെ വരുമ്പം സ്പ്ലിറ്റ് ആവും. സ്പ്ലിറ്റായിട്ട് ഇവിടെ വരുമ്പോൾ വീണ്ടും കമ്പൈൻ ആവും. I1 ഇവിടെ വരും, I2 വരും, I3 വരും, വീണ്ടും കമ്പൈൻ ചെയ്തിട്ട് ഇവിടോട്ട് ഇറങ്ങുന്ന ഏത് കറണ്ടായിരിക്കും? വീണ്ടും I ആയിരിക്കും. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്ന് എത്ര കറണ്ട് പോയോ അത്രയും കറണ്ട് തന്നെ ഇവിടെ തിരിച്ചു വരും. ഓക്കെ, സോ ദ കറണ്ട് ഗെറ്റ് സ്പ്ലിറ്റ് അപ്പ് ഹിയർ ഇൻ ടു I1, I2 ആൻഡ് I3. അപ്പം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വി ക്യാൻ റൈറ്റ് I is equal to I1 plus I2 plus I3. Again we will use the Ohm's law. According to Ohm's law we know that V is equal to IR. നമുക്കിവിടെ I ആണ് യൂസ് ചെയ്യേണ്ടത്. സോ we will find what is I. I is equal to V by R. ഓക്കെ, ഇനി ഇവിടെ I is equal to V by R ആണ്. ഇവിടെ V എന്ന് പറയുന്നത് നമുക്കിവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ്, ഒറ്റ പൊട്ടൻഷ്യൽ ഡ്രോപ്പേ ഉള്ളൂ, ആ V ആണ് നമ്മൾ എടുക്കുന്നത്. ബൈ R എന്ന് പറയുന്നത് എന്താണ്? ഈ കറണ്ടിൻ്റെ R എന്ന് പറയുന്ന ഈ R1, R2, R3 കമ്പൈൻ ചെയ്യുമ്പോൾ ഏതാണോ റെസിസ്റ്റർ വാല്യൂ അതാണ് R1, R2, R3 കമ്പൈൻ ചെയ്യുന്ന വാല്യൂ. നമുക്കതിനെ RP എന്ന് എഴുതാം. R1, R2, R3 പാരലലി കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന വാല്യൂ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് RP. ഓക്കെ, സോ V by RP is equal to, ഇനി I1 എന്ന് പറയുന്നത് ഇവിടെ V പൊട്ടൻഷ്യൽ ഡ്രോപ്പ് V ആണ്, റെസിസ്റ്റൻസ് R1 ആണ്. സോ I1 is V by R1, I2 is V by R2 and I3 is V by R3. ഇനി നമുക്ക് ഇവിടുന്ന് V by RP is equal to, ഇവിടെ നമുക്ക് V കോമൺ ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് 1 by R1 പ്ലസ് 1 by R2 പ്ലസ് 1 by R3. ഇപ്പം നമുക്കറിയാം ഇവിടെയും V is common, so we can cancel. So what we get is 1 by RP is equal to 1 by R1 plus 1 by R2 plus 1 by R3. Okay, so that is the parallel combination. റെസിസ്റ്റേഴ്സിനെ നമ്മൾ പാരലലായിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ റെസിസ്റ്റർ വാല്യൂ എന്ന് പറയുന്നത്, കമ്പൈൻഡ് റെസിസ്റ്റർ വാല്യൂ എന്ന് പറയുന്നത് വി ക്യാൻ ഫൈൻഡ് ഇറ്റ് യൂസിങ് ദിസ് ഫോർമുല. 1 by RP is equal to 1 by R1 plus 1 by R2 plus 1 by R3. ഇത് നമുക്ക് എന്താ മനസ്സിലാവുന്നതെന്ന് പറയുന്ന, ഏറ്റവും ഒരു പാരലലായിട്ടാണ് നമ്മൾ റെസിസ്റ്റർ കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യുകയാണ്. റെസിസ്റ്റൻസ് ഡിക്രീസസ്. പാരലലായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ഈ നമ്മൾ കമ്പൈൻ ചെയ്യുന്ന റെസിസ്റ്ററിൽ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണോ ആ വാല്യൂവിനേക്കാളും കുറവായിരിക്കും കമ്പൈൻ ചെയ്ത് വരുന്ന റെസിസ്റ്ററിൻ്റെ വാല്യൂ. ഒരു എക്സാമ്പിൾ നമ്മൾ 1 ohm, 2 ohm, 3 ohm ഇങ്ങനെയുള്ള 3 റെസിസ്റ്ററാണ് പാരലലായിട്ട് കമ്പൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന റെസിസ്റ്റർ RP എന്ന് പറയുന്ന ഇക്വലൻ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ 1 ohmനേക്കാളും ചെറുതായിരിക്കും. ഇറ്റ് വിൽ ബി ലെസ് ദാൻ 1 ohm. Okay, now we will do some problems related to this.